തുടങ്ങിയല്ല. ശബ്ദം ഉണ്ടെങ്കിൽ തോട്ടെടുത്ത് അറിയും നോക്കിയൊന്നിന്റെ ഡോയ ദിവസം ഉറങ്ങാൻ താമസിക്കത്തില്ല. എന്റെ കൈ നല്ല അടി മേടിക്ക് നോക്കിക്കോ. കുറെ നേരം പറയോ ശല്യപ്പെടുത്തരുതെന്ന്. അവളൊരു ടോയ്. എന്റെ ദൈവമേ, ഉറക്കെണീറ്റുടഞ്ഞ് തുടങ്ങിയില്ല രണ്ടെണ്ണം കൂടെ യുദ്ധം. ഗൗരി ഒന്നിങ്ങ് വന്നേ. ഗൗരി നേരെ വെളുത്തോട്ടെ. ഗൗരി 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 നടന്ന് വിളിക്കുന്നേ. അത് മക്കളെ കടയിൽ പോയി പച്ചക്കറി മേടിച്ചോണ്ട് വാ മക്കളെ. സാമ്പാർ വയ്ക്കാൻ ഒരു തുള്ളി പച്ചക്കറി ഇല്ല. ഞാൻ ഇപ്പൊ ഉറക്കെണീറ്റതല്ലേ ഉള്ളൂ. ഇപ്പൊ ആരോടൊന്നും പറഞ്ഞേക്കാം, ഇവിടെ അടുത്ത് തന്നെയല്ല. എന്റെ ദൈവമേ, ഈ കൊച്ചു കുഞ്ഞിനാണോ അടി കടയിൽ പറഞ്ഞേക്കുന്നത്? ആരും പോണ്ട, ഞാൻ പോയിട്ട് വന്നോളാം. നിന്നൊക്കെ വിളിക്കുന്ന നേരത്തെ ഞാൻ പോയി വാങ്ങിച്ചോണ്ടിരുന്നാ നല്ലത്. ഇവിടെ അടി ഉണ്ടാക്കാതിരുന്നോളാം. കുട്ടിക്ക് മിഠായി കൂടെ അച്ഛണ്ടായിരുന്നേ. ഓ അച്ഛൻ തള്ളിക്കൊടാമേ. ഗൗരി അമ്മ കടയിൽ പോയിട്ട് വരാമേ. ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കരുത്. അടി ഉണ്ടാക്കി രണ്ടെണ്ണത്തിന് ഞാൻ പറ്റിക്കും വന്നിട്ട്. പാറു അമ്മ ഇപ്പൊ വരാൻ കേട്ടാ. ചേച്ചി എന്നെ അടിക്കാമേ. ഞാനും വരണമേ അമ്മേരെ കൂടെ. എപ്പോഴും നിന്നെ അടിച്ചത് കളത്തിനെ പറയുന്നോ? ഓ കൊണ്ട് പോയില്ല. ഗൗരി കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് കേട്ടല്ലോ പറഞ്ഞത്. ചേച്ചി എനിക്ക് കിടക്കണം. കേറി കിടന്നു. എവിടെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ ദൈവമേ, ഇന്നല്ലേ രുക്കുന്റെ ബർത്ത്ഡേ. അവക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചതാ. ഫസ്റ്റ് കൊടുക്കണമെന്ന് തന്നെ വിചാരിച്ചു. ദൈവമേ, അമ്മ കടയിലും പോയല്ലോ. ഇപ്പൊ എന്താ വാങ്ങിച്ചു കൊടുക്ക? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? എന്താ തപ്പി നോക്കാം. എന്തെങ്കിലും കാണാതിരിക്കത്തില്ല. ഞാനിപ്പോ എന്താ കൊടുക്ക? അലമാരിക്കകത്ത് എങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ടോയ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു. ഇപ്പൊ ആരുടെ ടോയ്സ് ഒന്നും കാണാനില്ലല്ലോ ഇവിടെ. ചേച്ചി ചിലപ്പോ എന്റെ ആനക്കോട്ടിയുടെ ടോയ്സ് എടുത്ത് കൊടുക്കും. ഞാൻ ഒളിപ്പിച്ച് വെക്കട്ടെ. ഞാനൊക്കെ കൊടുക്കൂല എന്റെ ഈ ടോയ്സ്. എന്റെ എലിഫന്റ് കുട്ടിയാ. എനിക്ക് എപ്പോഴും ചെണ്ട ഒട്ടി തരണ എന്റെ എലിഫന്റ് കുട്ടി. തയ്യൂല ഞാൻ. ഇവളെന്താണെന്ന് വർത്താനം പറയുന്നേ? എന്താടി പാറു ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? ഇത് എന്റെ ടോയ്സാ. അയ്യേ, നിന്റെ ടോയ്സ് ഇവിടെ ആർക്ക് വേണം? ഞാൻ തയ്യൂല ചേച്ചിക്ക്. അയ്യേ, അല്ലെങ്കിൽ നിന്റെ ഈ അനക്കുട്ടിയാണ് എന്റെ കൂട്ടുകാരൻ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഒന്ന് പോടി തന്നെ. അയ്യേ, ഇവിടെ കരുതി എനിക്ക് വയ്യ. അപ്പൊ എന്റെ ടോയ്സ് എടുക്കൂലേ ചേച്ചി? നമുക്ക് കളിച്ചാ പോന്ന്. നമുക്ക് പാട്ട് പാടി കളിച്ചാ. നീ കൊട്ട്, ഞാൻ പാട്ട് പാടാം. എന്റെ ദൈവമേ, ഈ അലമാരിക്കകത്ത് അങ്ങനെ വല്ല ഉണ്ടോ നോക്കട്ടെ. അയ്യോ, ഇതിനകത്തൊന്നും ഒരു ഗിഫ്റ്റ് കാണാനില്ലല്ലോ. ഇനി ഈ റെഡ് കളർ തുറന്നു നോക്കാം. എന്റെ ദൈവമേ, മൈ ഗാഡ്, അച്ഛ അന്ന് വാങ്ങിച്ചോണ്ടെന്ന പുരത്തുനിന്ന് പുരപ്പറമ്പിന്ന് വാങ്ങിച്ചോണ്ട ഗിഫ്റ്റ് അല്ലേ ഇത്? ഇത് കൊടുക്കാം. നല്ല രസമുണ്ട്. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനം തന്നെയാ. ഇതവളെ പറ്റിക്കാം. ഈ വെള്ളം എന്തായാലും പുറത്ത് വീഴത്തില്ലല്ലോ. അടിപൊളി സാധനം കിട്ടി. എന്റെ അമ്മയെ രക്ഷപ്പെട്ടു. എന്റെ അമ്മേ, അമ്മ ചോദിച്ച എന്തായാലും തരത്തില്ല. അമ്മ കാണാതെ വേണം കൊണ്ട് കൊടുക്കാൻ. ഇതൊരു മാജിക് ഗ്ലാസ് ആണ്. ഈ മാജിക് ഗ്ലാസ് ഞാൻ മാത്രമേ കൊടുക്കത്തുള്ളൂ. ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് ആയിരിക്കും ഏറ്റവും നല്ല ഗിഫ്റ്റ്. നിക്കൂന് ഒരുപാട് സന്തോഷമായി ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോ. ഗൗരി മോളെ, ഗൗരി ഗൗരി എവിടെ പോയി പാറു? ഗൗരി ചേച്ചി ഇവിടെ എന്തൊക്കെയാ മോഷ്ടിക്കണം അമ്മേ? എന്തോന്ന് മോഷ്ടിക്കാൻ? ഗൗരി, എന്റെ അമ്മേ, അമ്മ വന്ന്. ഇതിപ്പോ എവിടെ ഒളിപ്പിച്ചേക്കണ്ടേ? ആ മൂല കൊണ്ട് വയ്ക്കാം. അമ്മ കണ്ടു
കൊണ്ടിട്ടിരിക്കുന്നേ. ഇവിടെ ഇരിക്കട്ടെ, ആ കസേര എടുത്ത് ഇങ്ങോട്ട് വെച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അമ്മ ഉറപ്പായിട്ട് കണ്ടുപിടിക്കും. ഇവിടെ തന്നെ ഇരിക്കട്ടെ. എന്റെ പൊന്നു മക്കളെ, അമ്മ മറന്നു പോയടി, വെളിച്ചെണ്ണ മേടിക്കാൻ മറന്നു. നീ ഒന്ന് വെളിച്ചെണ്ണ മേടിച്ചോണ്ട് വാ. നടന്നിരുന്ന അമ്മക്ക് കാലെല്ലാം വേദന എടുക്കുന്നു. പെട്ടെന്ന് പോയിട്ട് വാട്ടാ മക്കളെ, അമ്മ പൈസ എടുത്തു തരാം, നീ പോയിട്ട് വാ ഏട്ടാ. പച്ചക്കറിക്കൊക്കെ എന്താ വില, അതുപോലെ വെയിലും. ദൈവമേ, ഉള്ള വെയിലത്രയും കൊണ്ട് മനുഷ്യന്റെ പെറത്തി കരിവാളിച്ച്. ഒന്ന് വേഗം പൈസ എടുത്തോണ്ട് വാ, എനിക്ക് രുക്കുവിന്റെ വീട് വരെ പോകാനുള്ളതാ. അമ്മ ഒന്ന് വേഗം വാ അമ്മേ. ഇതാ വരുന്നു ഗൗരി, ഒന്ന് വിളിക്കാതെ പൈസ എടുത്തോണ്ട് വരട്ടെ. ഇതെന്തോ സാധനം, പോയപ്പോടില്ലായിരുന്നല്ലോ. ഇതാരാ എടുത്തിവിടെ കൊണ്ടുവച്ചത്? ഗൗരി, ഗൗരി, എന്റെ അമ്മ, അമ്മ പിടിച്ച്. അമ്മ ഇതാ വരുന്നമ്മേ. എടി, ഇതെന്തോ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നേ? ഇതന്ന് അച്ഛൻ പൂരത്തുനിന്ന് വാങ്ങിച്ചോണ്ട് വന്നില്ല, ആ സാധനമാണ് അമ്മേ. അമ്മേ, എന്റെ കൂട്ടുകാരി രുക്കു ഇല്ലേ അമ്മേ, അവളുടെ ബർത്ത്ഡേ ആണമ്മേ. എനിക്ക് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം അമ്മേ. ഗിഫ്റ്റ് കൊടുക്കാനാണോ? അമ്മയുടെ അടുത്തൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അത് അമ്മ വഴക്കുറന്ന് പേടിച്ചിട്ട് അമ്മയുടെ പറയാത്തത് അമ്മേ. സാരയില്ല, സാരയില്ല, മക്കളെ കൊണ്ട് കൊടുത്തോ. അമ്മക്ക് വേഗം വെളിച്ചെണ്ണ മേടിച്ചോണ്ടോ കേട്ടോ. വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് പോണം രുക്കുന്റെ വീട്ടില്. ഈ ഗിഫ്റ്റ് ഞാൻ രുക്കു ചേച്ചിക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം. ചേച്ചി കാണാതെ കൊണ്ട് കൊടുക്കാം. ചേച്ചി ഇത്തിരി പുളിക്കട്ടേടിയിരുന്നു. നല്ല രസമുണ്ട്. ഈ വെള്ളം വെളിയിൽ പോവൂലേ? നല്ല രസമുണ്ട്. പെട്ടെന്ന് കൊണ്ട് കൊടുത്തിട്ട് വരാം. പാറു, നീ അവളെ സാധനങ്ങളൊന്നും എടുക്കല്ലേ, അവള് വന്നിട്ട് നിന്നെ അടിക്കും. അമ്മ ഈ പച്ചക്കറികളൊന്ന് വെച്ചോട്ടെ. ദൈവം, ഇനി എപ്പോഴാ ജോലി ഒതുക്കുന്നേ? അമ്മേ, ഞാൻ രുക്കു ചേച്ചിയുടെ വീട് വരെ പോയിട്ട് വരാമേ അമ്മേ. ഇപ്പൊ വരാം. പാറു, വേഗം പോയിട്ട് വരണേ. അമ്മേ, പാറു ഇപ്പൊ വരാം. ഇത് കൊണ്ട് കൊടുത്തിട്ട് വരാം രുക്കു ചേച്ചിയുടെ ബർത്ത്ഡേക്ക്. വന്ന് കണ്ട് പത്താ, കണ്ട് വന്ന് കള്ളം ചൊല്ലാ, കാണാത്ത കഥകളിലെ. അമ്മേ, അമ്മ കളിച്ചെണ്ണ. അമ്മേ, രുക്കുന്റെ വീട് വരെ പോയിട്ട് കളിച്ചിട്ട് വൈകുന്നേരം വരോളൂ കേട്ടാ അമ്മേ. വേഗം ഇങ്ങ് വന്നേക്കണം കേട്ടാ. വരാം, ശരി ഏട്ടാ. പോയത് അപ്പൊ അവൾ എന്നെ എടുത്തോണ്ട് കൊടുത്തിട്ടുണ്ട് അമ്മേ, അല്ലെങ്കിൽ അവള് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്റെ ഗിഫ്റ്റ്, എന്റെ കൂട്ടുകാരിക്ക് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് ഇവൾക്ക് വരട്ടെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളെ ഞാൻ. എന്റെ ഗിഫ്റ്റ്, എന്റെ ഗിഫ്റ്റ്. ദൈവമേ, എനിക്കൊരു സമാധാനം ഇല്ലല്ല. ജോലി കട ഒന്നും ഒതുക്കിയത് പോലും ഇല്ല. ഗൗരി, എന്തിനാ നീ ഒന്ന് കരയുന്നേ? എനിക്ക് അമ്മ വേറെ ഗിഫ്റ്റ് മേടിച്ചു തരാം. ഗൗരി, ഒന്ന് കരയാതെ, അമ്മ നിനക്ക് വേറെ ഗിഫ്റ്റ് മേടിച്ചു തരാം. ഞാൻ ഇന്ന് സന്തോഷത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് ആണ് അമ്മ അവളെടുത്തോണ്ട് പോയത്. വേറെ മേടിച്ചില്ലാന്ന് പറഞ്ഞല്ല, ഇവിടെ കിടന്ന് മോങ്ങിക്കോ. ഒരു കാര്യം പറഞ്ഞ കേക്കത്തില്ല. എനിക്ക് വേറെ ഗിഫ്റ്റ് ഒന്നും വേണ്ട. അമ്മേ, എന്റെ മുട്ടായിയാണ് ചേച്ചി വാങ്ങിക്കാൻ പോയ മുട്ടായി. അമ്മേ, ചേച്ചി, എന്റെ മുട്ടായി എവിടെ? ചേച്ചി, എന്റെ ഗിഫ്റ്റ് എവിടെയാണ്? എന്റെ കൂട്ടുകാരി കൊണ്ട് കൊടുക്കാൻ വെച്ചിരുന്ന ഗിഫ്റ്റ് എവിടെ? അത് ഞാൻ രുക്കു ചേച്ചിക്ക് കൊണ്ട് കൊടുത്ത്. നിന്റെ ആരോട് പറഞ്ഞു എന്റെ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാൻ? പറഞ്ഞ
വലിച്ച് കീറടിക്കാന്ന് കാണിച്ച് തരാന്ന് എന്റെ തലയില് മുടിയെല്ലാം പിടിച്ച് കീറഞ്ഞേ. എന്താണ് ബഹളം? എനിക്ക് രണ്ടാളത്തിന് അടി തന്നിട്ട് വരെ കാര്യമുള്ളൂ. ശരിയാകത്തില്ല. ഇനി ഒരു സാധനം എടുത്തോണ്ട് പോവോ? നീ അടിക്കടി കൊച്ചിനെ അടിക്കോണ്ടി നീ കാണിച്ച് തരാൻ നിന്നേക്കാം.